പക്ഷേ ഈ പറഞ്ഞ നികേഷ് കുമാർ ഇക്കാലത്തെയായിട്ടും എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുകയോ എന്നെ വിളിക്കുകയോ വൈഫിനെ വിളിക്കുകയോ എന്താണ് ചെയ്യുന്നത് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർക്ക് ഒരേ ഗ്രൂപ്പിൽ ഒരേ ഡെസ്കിൽ നിന്ന് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ചാനലുകളിൽ എന്നും കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ പെട്ടെന്നൊരു ദിവസം കാണാതാകുക. ഇതാണ് ഇന്ത്യ വിഷന്റെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായിരുന്ന സോണി എം ഭട്ടതിരിപ്പാടിന്റെ കഥ. 2008 ഡിസംബറിൽ ചലച്ചിത്രമേള റിപ്പോർട്ട് ചെയ്തിട്ട് ഗോവയിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയുള്ള ട്രെയിൻ യാത്രക്കിടയിൽ കാസർഗോഡിനും നീലേശ്വരത്തിനും ഇടയ്ക്കു വെച്ചാണ് സോണി അപ്രത്യക്ഷനായത്. സോണിയോടൊപ്പം ഭാര്യാപിതാവ് ഗണപതി ഭട്ടും ഉണ്ടായിരുന്നു. ശുചിമുറിയിലേക്കെന്ന് പറഞ്ഞു പോയ സോണിയെ ഇടയ്ക്കെപ്പോഴോ കാണാതാവുകയായിരുന്നു. 2008 ഡിസംബർ 18 ഉച്ചയ്ക്ക് 1:30 ഗരീബ് രഥ് എക്സ്പ്രസിലാണ് സോണി ഗോവയിലേക്ക് പോയത്. എറണാകുളത്തെ വീട്ടിൽ നിന്ന് ഭാര്യ ഡോക്ടർ സീമയാണ് കാറിൽ സോണിയെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ഗോവയിലെത്തി ആദ്യത്തെ 2 ദിവസം ചലച്ചിത്രമേളയുടെ റിപ്പോർട്ടുകൾ സോണി ചെയ്തിരുന്നു. ഈ ദിവസങ്ങളിൽ ഭാര്യയെ വിളിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ വിഷനിൽ സോണിയുടെ റിപ്പോർട്ടും വീട്ടിലേക്ക് വിളിയും വരാതായതോടെ സീമ സോണിയെ വിളിച്ചു. പക്ഷെ കിട്ടിയില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് സോണി മംഗലാപുരത്തെ ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ള വിവരമറിഞ്ഞത്. ഈ വിവരമറിഞ്ഞതോടെ സീമയുടെ അച്ഛൻ ഗണപതി ഭട്ട മംഗലാപുരത്തെ ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിലെത്തി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഗണപതി ഭട്ടിനോടൊപ്പം നാട്ടിലേക്ക് വരുന്നതിനിടയിലാണ് സോണി ട്രെയിനിൽ വെച്ച് അപ്രത്യക്ഷനായത്. ആഴ്ചകളോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ശീലം സോണിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആദ്യ ദിവസങ്ങളിൽ കുടുംബം. വർഷം 18 സോണി ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. കഴിഞ്ഞ കുംഭമേളയിൽ വെച്ച് സോണിയുടെ ഛായയുള്ള ഒരു സന്യാസിയെ കണ്ട മനോരമയിലെ ഒരു മാധ്യമപ്രവർത്തകൻ ആ സന്യാസിയുടെ ചിത്രങ്ങൾ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു. കൂത്തുപറമ്പ് മഞ്ഞത്തില്ലത്ത് സോണിയുടെ അച്ഛൻ പത്മനാഭൻ നമ്പൂതിരിയും അമ്മ സുവർണനിയും ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഗോവയിലെ ഫിലിം ഫെസ്റ്റിവൽ കവർ ചെയ്യാൻ പോയതാണ്. അത് കഴിഞ്ഞ് നീലേശ്വരത്തെത്തിയപ്പോൾ നീലേശ്വരത്ത് വൈഫ് ഹൗസാണ്. വൈഫ് ഹൗസിൽ നിന്ന് വൈഫിൻ്റെ അച്ഛനും ഇവനും കൂടി ഇവർ 3 ആളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വൈഫ് കുറച്ച് നേരത്തെ ഇങ്ങോട്ടേക്ക് ഞാൻ തലേന്ന് തന്നെ വന്നു ഇവിടെ വന്നിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ വൈഫിൻ്റെ അച്ഛനും സോണിയും കൂടി അന്ന് ട്രെയിനിൽ പോയത്. റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ്. അടുത്തടുത്ത് തന്നെ ഇരുന്നത്. കുമ്പള കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവനെ കാണാനുണ്ടായി. അപ്പോൾ ടോയ്ലറ്റ് പോയതോ അല്ല എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ഇവരെ ഇതുണ്ടോയെന്ന് അറിയില്ല. ട്രെയിനിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ കാറ്ററിംഗ് അല്ല, അവിടെ പോയെന്ന് പറ്റി പുള്ളി 3-4 പ്രാവശ്യം ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി, ആളെ കാണുന്നില്ല. അപ്പോഴാണ് മനസ്സിലായി മിസ്സിങ് ആണെന്ന്. മിസ്സിങ് എന്നപ്പോൾ ഒന്നും വൃത്തിയില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ നേരെ എറണാകുളത്തേക്ക് പോയതിന് ശേഷം വല്ല വിവരം കിട്ടുമോ നോക്കി, വേറെ ഏത് വണ്ടിക്ക് വന്നിട്ടുണ്ടോ നോക്കി. എറണാകുളത്തെത്തിയപ്പോൾ വൈഫ് എറണാകുളത്താണ്, വൈഫ് കുട്ടികൾ എറണാകുളത്താണ് അവർ താമസം. അവിടെ എത്തിയപ്പോൾ പിന്നെ ആളെ കാണുന്നപ്പോൾ പിന്നെ ഇവൻ്റെ സോണീൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ കോഴിക്കോട് അത്യാവശ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്, കോഴിക്കോടാളുണ്ട്, അങ്ങനെ വരും, ഞാനിപ്പോൾ വരും. അവരിങ്ങനെ അതും കാത്തു നിന്നു. 2-3 ദിവസം അങ്ങോട്ട് വരും എന്ന് പറയല്ലാതെ യാതൊരു അഡ്രസ്സും ഇല്ല. അപ്പോൾ കാര്യം പന്തിയല്ല എന്ന് തോന്നിയപ്പോൾ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അവിടെ എറണാകുളത്ത് പരിചയക്കാരും പറഞ്ഞു, ഈ സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയിലാണ് നമുക്ക് ബന്ധപ്പെടാം, അവർ വളരെ എളുപ്പത്തിൽ സ്പോട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ അതിനെ ഏൽപ്പിച്ചു. അയാൾ പറഞ്ഞു ഞാനിങ്ങനെ പിന്നത്തുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങ് പിന്നെ മൈസൂർ ബോർഡറിൽ കണ്ടിരിക്കുന്നു, ബത്തേരി കണ്ടിരിക്കുന്നു, മാനന്തവാടി കണ്ടിരിക്കുന്നു. അയാളെന്തല്ലോ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാം പൈസയും വാങ്ങി. പിന്നെ ഇപ്പോൾ നമുക്ക് പറ്റി ഇത് സംഗതി ശരിയാവില്ല വിചാരിച്ചിട്ട് 21-ാം തീയതി ഇവിടെ കാഞ്ഞങ്ങാട് ഹോസൂർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. മാൻ മിസ്സിംഗ് ആണ്, കാണുന്നില്ല. അപ്പോഴാണ് ആക്ച്വലി ഇത് കേസായിട്ട് മാറുന്നത്. അതിന് മുമ്പേ ഒരാഴ്ച ഇത് വെറുതെ ഇങ്ങനെ ഡിറ്റക്റ്റീവിനെയും കൊണ്ട് നഷ്ടപ്പെടുത്തി. അവരെപ്പാടെ ടേക്കപ്പ് ചെയ്തു, കേസ് രജിസ്റ്റർ ചെയ്തു, ടേക്കപ്പ് ചെയ്തു. അവരന്വേഷിച്ച് പോയി. പിന്നെ ഇവ സാധാരണ മുഖാമിക്കെല്ലാം പോകാറുണ്ട്. അവിടെ കുട്ടജാതിരി അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ ഏതോ 1-2 സ്ഥലത്ത് നിന്ന് ഈ ടവർ ലൊക്കേഷൻ കിട്ടി. 1-2 ദിവസം ഇവിടെ എവിടെയോ പരിസരത്തുണ്ടെന്ന് പോലീസുകാരിങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ ടവർ ലൊക്കേഷൻ നോക്കിയാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ യാതൊരു വിവരമില്ല. പിന്നെ പോലീസുകാർ പറഞ്ഞു ഫോൺ ചിലപ്പോൾ വെള്ളത്തിൽ ചാട്ടിയിട്ടുണ്ടാവും, എന്ന് നശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു വിവരവും അതിന് ശേഷം കിട്ടിയില്ല. ഡിസംബർ 21 ശേഷം ഒരു വിവരവും കിട്ടിയില്ല. പിന്നെ എല്ലാ സ്ഥലത്തുനിന്നും ഒരു അന്വേഷണം നടത്തിയ പത്രക്കാർ, മനോരമക്കാർ, ബാക്കിയുള്ള പത്രക്കാരൊക്കെ കൂടി പല സ്ഥലത്തും ബാംഗ്ലൂർ പോയി, പിന്നെ ബോംബെ പോയി, അങ്ങനെ എല്ലാ പോകാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇവൻ പണ്ട് പോയ സ്ഥലങ്ങളിലൊക്കെ
ഇങ്ങനെ വിട്ട് അപ്പോൾ ചില സ്ഥലത്തെല്ലാം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പോസിറ്റീവായ ഒരു റിസൾട്ടൊന്നുമല്ല. പിന്നെ അങ്ങനെ പിന്നെ പോലീസിൻ്റെ കൈമിലായി അന്വേഷണം. പോലീസുകാർ ഇടക്കിടക്ക് അന്വേഷിക്കും, ഇവിടെ വരും, ഇതേപോലെ തന്നെ SI ആൾക്കാരെല്ലാം വരും, ഇവിടെ വരും, തെളിവെടുക്കുക, അന്വേഷിക്കും, വിവരം ചോദിക്കും. നമ്മളെല്ലാ വിവരവും പറയും. അവർ പറയും ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു ആഭ്യന്തര സഹമന്ത്രി കേന്ദ്രത്തിലെ. മുല്ലപ്പള്ളീൻ്റെ അടുത്ത് പോയിട്ട് MP-ൻ്റെ അടുത്ത് പോയിട്ട് പറയും. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലേക്കും പോലീസ് മേധാവിയൊക്കെ ഈ വിവരം പാസ് ചെയ്തു. അവരെ വകയിലും അന്വേഷണം നടന്നു. അവരിങ്ങനെ പല സ്ഥലത്തുനിന്നും ആൾക്കാരിങ്ങനെ വിളിക്കുകയും ഇൻഫർമേഷൻ തരികയൊക്കെ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, ഇവിടെയോട്ടും കണ്ടില്ല. പിന്നെ ഇപ്പോൾ അന്വേഷണം തുമ്പോഴും ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു തവണ കുംഭമേള സമയത്ത്, ഇതിന് മുമ്പത്തെ കുംഭമേള, അവിടെ പ്രയാഗരെ കണ്ടു എന്നെല്ലാം പറഞ്ഞിട്ട് ആൾക്കാർ കുറേ ഫോട്ടോ അയച്ചൊന്നും അത് നമ്മൾ യാതൊരു ബന്ധമൊന്നുമില്ല. ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഇടക്കിടക്ക് പോലീസ് പറയും, അന്വേഷിക്കുന്നു, അവരിവിടെ വരും. ഇപ്പോൾ 2 കൊല്ലമായി പിന്നെ ആ പരിപാടി ഇല്ലാത്ത. പോലീസ് ഇവിടെ വരും, അന്വേഷിക്കുകയും ചെയ്യാത്ത. ഇപ്പോൾ വിവരമില്ല. ഈ കുംഭമേളയിൽ സോണിയെ കണ്ടതെന്ന് പറഞ്ഞത് സോണിയാണെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഫോട്ടോ ഉണ്ടാകാൻ നമുക്ക് മനസ്സിലാവില്ലേ? അല്ല, സോണിയാണെന്ന് ഉറപ്പാണ്. ഏത് കുംഭമേളയിൽ കണ്ടു എന്ന് പറഞ്ഞു? അല്ലല്ല, ആ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഒക്കെ മനോരമക്കാരെ അയച്ചു തന്നിരുന്നു. അതിലൊന്നും സോണിയ ഒരു രൂപസാമ്യമില്ല. അവരെ ഏകദേശം ഒരു മുഖച്ഛായ കണ്ടിട്ട് അയച്ചതാണ്. അത് ഇന്ത്യ വിഷനിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ SIM കാർഡ് പെട്ടെന്ന് അവർ തിരിച്ചു വാങ്ങിച്ചു, പിന്നീട് വേറൊരാൾക്ക് കൈമാറി. അതായത് അതിൻ്റെ ടവർ ലൊക്കേഷനോ അല്ലെങ്കിൽ അത് ആരെയൊക്കെ കോൾ ചെയ്തിരുന്നു, ഇതുകൊണ്ട് ഒരു വിവരങ്ങളും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ അത് ചെയ്തു. അപ്പോൾ അത് മാത്രമല്ല, അന്ന് ഒരു അഭിമുഖത്തിൽ കൊടുത്തിരുന്നപ്പോൾ പറഞ്ഞത് നികേഷ് കുമാറും മുനീറുമാണ് ഇതിൻ്റെ ഒരു ഉത്തരവാദികൾ എന്നുള്ള നിലയിലൊക്കെ പറഞ്ഞു. എന്തായിരുന്നു ആ ഇന്ത്യ വിഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു? അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. നികേഷ് കുമാറിൻ്റെ പ്രേരണയിലാണ് ഇയാൾ പിന്നെ രാജിവെച്ചിട്ട് ഒരു 6 മാസമായിട്ട് ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെന്നെ അറിയില്ല. ഇത് ഇന്ത്യ വിഷൻ ചേർന്നതന്നെ ഞങ്ങളറിയില്ല. മനോരമ തന്നെയായിരുന്നു ഞങ്ങളുടെ ധാരണ. അപ്പോൾ ഇന്ത്യ വിഷനിലേക്ക് വന്ന സമയത്ത് ഇവരില്ലേ, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്, അവർക്ക് ഒരേ ഗ്രൂപ്പിൽ ഒരേ ഡെസ്കിൽ നിന്ന് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരെ നികേഷ് കുമാർ വന്ന് ഇവരെ അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഈ പറഞ്ഞ നികേഷ് കുമാർ ഇക്കാലത്തായിട്ടും എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുകയോ എന്നെ വിളിക്കുകയോ വൈഫിനെ വിളിക്കുകയോ എന്താണ് ചെയ്യുന്നത് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. അയാളിപ്പോൾ എന്താണ്, അയാൾ നമ്മളായിട്ടൊരു ഇടപാടില്ല. അപ്പോൾ അയാളുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല, എൻ്റെ വിവരമൊന്നും അറിയില്ല. പുള്ളിക്ക് ആ ഒരു പത്രധർമ്മം എന്ന് പറയുന്ന സാധനമില്ല. ഒരു ആൾ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തകൻ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ കാണാതായാൽ അതിനൊന്നും ധാർമ്മികമായ ഉത്തരവാദിത്വം പോലും പുള്ളി ഇതുവരെ കഴിച്ചില്ല. പിന്നെ ഈ മനോരമയിലെ പത്രക്കാരും ഏജൻറ്റും റിപ്പോർട്ടേഴ്സും ഫ്രണ്ട്സുമാണ് ഇതിനു വേണ്ടി ഇത്ര ശ്രമിച്ചത്. ഇന്ത്യ വിഷയെന്ന് ഒരു സപ്പോർട്ടും ഈ സംബന്ധിച്ച് നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ മനോരമൻ്റെ പത്രലേഖന്മാർ ഒക്കെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ മറ്റേ സ്ഥലത്തൊന്നും കിട്ടിയില്ല. അവരിപ്പോഴും പല സ്ഥലത്തും നോക്കുന്നുണ്ട്. ഇപ്പോൾ കുംഭമേള നടന്ന സമയത്ത് അവർ പോയിരുന്നു. അവിടെ സ്റ്റാഫ് റിപ്പോർട്ടർ പോയിരുന്നു. അവരും പരമാവധി ആ ഭാഗത്തെല്ലാം തോന്നി ഇതെവിടെ കോടിക്കണക്കിന് ആൾ വരുന്നുണ്ട്, എങ്ങനെ കാണാനാണ്. ഇനിയിപ്പോൾ ഏത് വേഷത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പണ്ടത്തെ വേഷമൊന്നും ആവാൻ സാധ്യത ഇല്ലല്ലോ. ഇപ്പോൾ 10-15 കൊല്ലം കഴിഞ്ഞല്ലേ. സന്യാസി വേഷത്തിലാണോ അല്ല മറ്റേതെങ്കിലും വേഷത്തിലാണോ? ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇവിടെ കൊട്ടകൽ ഒരു തിബത്തന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലമില്ലേ, ഗോണിക്കുപ്പ, അതിനടുത്തുണ്ട്. ആ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ട് നേരിട്ട് അന്വേഷിച്ചിട്ട് ഫോട്ടോ കൊണ്ടോ കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സാമ്യമുള്ള ഒരാൾ ഈ ഭാഗത്ത് വന്നിരുന്നു. പിന്നെ അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷൻകാരും ഈ ഇതില്ലേ മാൻമിസിങ്ങിൻ്റെ അജ്ഞാസവങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ അതൊക്കെ കുറേ എന്നെ കാണിച്ചിരുന്നു. ഇതിലൊന്നും പെട്ടുപോകുന്നു, അതൊന്നും കണ്ടില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു ഫോട്ടോ കണ്ടിട്ടില്ല. ഒരു തരത്തിൽ സാമ്യമായിട്ടുള്ള ഒരു ലക്ഷണമുള്ള ആളെയും കണ്ടില്ല. അതിനു മുമ്പ് എപ്പോഴെങ്കിലും അദ്ദേഹം ആത്മീയതയിലേക്ക് വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. ആത്മീയത എന്ന കൊണ്ട് പണ്ടൊന്നും ഇല്ലായിരുന്നു. ഈശ്വരവാദി തന്നെയാണ് നടക്കുന്നത്. അമ്പലത്തിൽ പോലും വരെ ഇല്ലെന്ന് തോന്നുന്നു. പണ്ടല്ലോ തുടക്കം മംഗലാപുരത്ത് പേപ്പർ തുടങ്ങിയത് തന്നെ ഇവനായിരുന്നു. മനോരമയിലെ ഒരുപാട് കാര്യങ്ങളിൽ ഇവന് വളരെ ഇതായിരുന്നു. ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നാണ് ചാനലിലേക്ക് വന്നത്. ചാനലിൽ വന്നിട്ടും ഉണ്ടായിരുന്നു. പൊതുവെ അങ്ങനെ അമ്പലങ്ങളിൽ പോകുന്ന ആളൊന്നുമില്ല. അമ്പലത്തിൽ പോകുന്നു. ഇപ്പോൾ ശബരിമല തന്നെ ഒരു തവണയായിട്ടേ പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതിന് ഇവരെ ബന്ധുക്കളൊക്കെ അവിടെ ശാദിക്കാരായ ശേഷം കുംഭമേളയിൽ നിന്ന് എടുത്ത ഫോട്ടോ അവർ പിന്നെ മനോരമക്കാരയച്ചു തന്നത് നോക്കുമ്പം കാണുമ്പം മുഖത്തിന് ഇതുണ്ട്. പക്ഷെ തലയെല്ലാം മുട്ടയടിച്ചിട്ട് തലയിലെല്ലാം ഇങ്ങനെ മാലയൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെ ആയതുകൊണ്ട്
എന്തെങ്കിലും അടയാളം പറയാൻ പറഞ്ഞു. അന്നേരം നമുക്ക് പെട്ടെന്ന് എന്തെന്ന് അടയാളം പറയാൻ പറ്റണ്ടേ? അദ്ദേഹം ഭാര്യയായിട്ടും കുട്ടികളുമായിട്ടൊക്കെ നല്ല അടുപ്പം, അച്ഛനമ്മമാരും അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങനെ? എന്തായാലും നമ്മുടെ ഒരു നിഗമനം എങ്ങനെയായിരിക്കും? ഒന്നും പറയാൻ പറ്റില്ല. ഒരു മാനസിക വിഭ്രാന്തി അല്ലെ അങ്ങ് തെറ്റിപ്പോയി. അത് എൻ്റെ ഒരു റീഡിങ്. ബൈപ്പോളാർ ഡിസീസ് ഉണ്ട് എന്നൊരു സംശയം പറഞ്ഞത് ഡോക്ടർ മുള്ളർ ആസ്പത്രി ഉണ്ട് ഇവിടെ അണങ്കൂർ മംഗലാപുരത്ത്. അവിടെ അവർ പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ബൈപ്പോളാർ ഡിസീസ് ഉണ്ടോയെന്നൊരു സംശയമുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇനി അബദ്ധ മൂർച്ഛിച്ചിട്ടാണോ? പക്ഷേ ഇത്തരത്തിൽ ചെയ്യാനൊന്നും ആ രോഗത്തിനും വഴിയൊന്നുമില്ല. ഒരു ഭ്രമം പോയി പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത മാനസികാവസ്ഥയിലെത്തി എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഇനി വരുമ്പോൾ ചമ്മലല്ലേ, കുട്ടിയൊക്കെ 10-20 വയസ്സായി, നാട്ടുകാരെന്താ പറയുക, വീട്ടുകാരെന്താ പറയുക, ഇനിയിപ്പോൾ നാട്ടിൽ വന്നങ്ങനെ ആളെ അഭിമുഖീകരിക്കുക, അത്തരത്തിലിങ്ങനെ ഒന്ന് അരിഞ്ഞ് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവും. വേറെ ഇപ്പം എന്താണെന്നിപ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? മക്കളൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു? അതെന്നെ പറഞ്ഞ മൂത്ത കുട്ടി ഫൈനൽ ഇയറായി, MBBS ഫൈനൽ ഇയറായി. രണ്ടാമത്തെ കുട്ടി പിന്നെ കോട്ടക്കൽ ആയുർവേദ മെഡിക്കൽ കോളേജിൽ 3ാമത്തെ കൊല്ലമായി. 2 കുട്ടികൾ പഠിക്കുന്നു. 2 കുട്ടികളേ ഉള്ളൂ. ഭാര്യ ഗവൺമെൻറ് ആസ്പത്രിയിൽ ജോലി ചെയ്യുന്നു. ഇപ്പം മടിക്കയ്യോ അങ്ങനത്തെ ഒരു ആസ്പത്രി ഇപ്പോൾ ഉണ്ട്. ഇതുവരെ നിലശ്ശേരത്തായിരുന്നു, ഇപ്പം മടിക്കയ്യ ജോലി ചെയ്യുന്നു. അനിയൻ പ്രൊഫസർ, അനിയനിപ്പം വക്കീലായി, അഡ്വക്കേറ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് കോഴിക്കോട്. കുടുംബപരമായിട്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മോനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന മാനസിക വിഷമം മാത്രം. ഒരു ദിവസം ചോറ് ഇപ്പോൾ കയറ്റി വെച്ചിട്ടാണ് രാത്രി ഒരു കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു പൊടിയാണ് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒറ്റ കിടക്കുമ്പോൾ ഇവിടെ പുറത്ത് കിടക്കുക. ആരും വന്നാലും വായിലടക്കില്ല. ആരും വന്നാലും രാത്രി വിളിച്ചാലോ ലൈറ്റൊക്കെ ഇട്ടിട്ട് കിടക്കുക. ഇപ്പോൾ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പോലീസും അത്ര ഒരു വളരെ സജീവമായി ആക്റ്റീവായതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. ഇപ്പം ചില കുട്ടികൾ കാണുന്നില്ല. ഇപ്പോൾ പേപ്പർ കണ്ടില്ല, ആഴ്ച കൊണ്ട് പിന്നെ മിസ്സായ കുട്ടിയെ കിട്ടി, കോഴിക്കോട് നിന്ന് കിട്ടി, അങ്ങനെ പലരെയും കണ്ടുപിടിക്കുന്നില്ലേ. ആ ജാഗ്രതയൊന്നും അന്ന് കേരള പോലീസ് കാണിച്ചില്ല. ഒരാൾ പോയാൽ അയാളെ കണ്ടുപിടിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടാകും. അത് കേരള പോലീസും നിർവഹിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഇത് പറഞ്ഞ കാര്യമില്ലല്ലോ. സോണിയെ കാണാതായതിനു ശേഷം അമ്മ സുവർണിനി നേരാവണ്ണം ഉറങ്ങിയിട്ടില്ല. എന്നും അവർ മകനായി ഭക്ഷണം കൂടുതലുണ്ടാക്കും. അവൻ എപ്പോഴെങ്കിലും വന്നാലോ? ചെമ്മൺ പാത കുറെ പിന്നിടുമ്പോൾ ഇടതുവശത്തായി സോണിയുടെ വീട്. ആ വീടിൻ്റെ ഗേറ്റ് ഞാൻ ചെല്ലുമ്പോഴും തുറന്നു കിടക്കുകയായിരുന്നു. സോണിക്ക് വേണ്ടി തുറന്നിട്ടതുപോലെ. സോണിയുടെ അച്ഛനും അമ്മയും പ്രതീക്ഷിക്കുന്നത് പോലെ ഞാനും പ്രതീക്ഷിക്കുന്നു. അയാൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടാകും. പ്രിയപ്പെട്ടവരെ കാണണമെന്ന് ഒരിക്കലെങ്കിലും അയാൾക്ക് തോന്നിയിരുന്നെങ്കിൽ